ഹർമൻ മോട്ടോഴ്സിൻ്റെ വളർച്ച കാണുന്ന ഒരു കംപ്ലീറ്റ് ഷോറൂമാണിത്. കാരണം 2 വർഷം മുമ്പാണ് ഹർമൻ മോട്ടോഴ്സിൻ്റെ ഒരു ഷോറൂമിൽ ഞാൻ ഈ ഒരു ഗ്രാൻഡ് ഫിയസ്റ്റയുടെ ഭാഗമായിട്ട് പോയിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ടുണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ ഈ വാഹനങ്ങളെല്ലാം നടന്ന് കണ്ടത് ഗ്രാൻഡ് ഫിയസ്റ്റയുടെ ഭാഗമായിട്ട് കാണുന്ന ഒന്നാണ്. 2 വർഷം മുമ്പ് മുട്ടത്തായിരുന്നു ഷോറൂം, ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ആ ഷോറൂം ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. പക്ഷേ വാഹനങ്ങൾക്ക് കുറവൊന്നുമില്ലായിരുന്നു, ഒത്തിരി വാഹനങ്ങൾ അന്ന് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഷോറൂം ചെറുതായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ ഈ ഷോറൂം മുഴുവൻ നടന്നത് കണ്ടു, വാഹനങ്ങൾ കണ്ടു. അത് ഭയങ്കര എക്സൈറ്റിംഗ് തന്നെയാണ്. പക്ഷേ ഈ ഷോറൂം, ഇതുപോലെ ഒരു ഷോറൂം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് ടു വാച്ച്. വാഹനങ്ങൾക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് എനിക്ക് തോന്നുന്നത് ഇവിടെ ഇത്രയും വലിയ ഷോറൂം ആകുമ്പോൾ തന്നെ ഇവിടെ ഇട്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് തന്നെ ഒരു വാല്യൂ വരും. ഉഗ്രൻ സ്പേസ് ആണ്. ഞാൻ മുഴുവൻ നടന്ന് കണ്ടു. അത് ഷോറൂമിൻ്റെ കാര്യം. പക്ഷേ ഇവിടെ കിടക്കുന്ന വാഹനങ്ങളെല്ലാം ഭയങ്കര ഭംഗിയുള്ള, ഭയങ്കര ക്വാളിറ്റിയുള്ള കാർസാണ്. കാരണം ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ i4 ഉണ്ട്. i4 ഞാൻ ഇതുവരെ ഒരു യൂസ് മാർക്കറ്റിൽ അധികം കണ്ടിട്ടില്ല. i4 2023 i4 ആണ്. 20,000 കിലോമീറ്ററാണ് ആകെ ഓടിയിട്ടുള്ളൂ. ആസ്റ്റൺ മാർട്ടിൻ നിങ്ങളൊക്കെ ഒരുപാട് വീഡിയോസിൽ കണ്ടിരിക്കുന്നതായിരിക്കാം. പിന്നെ വരുന്ന പോഷെ പനമേര 4 ഇവിടെ ഉണ്ട്. 2020 ആണ് വാഹനം. അത് എനിക്ക് തോന്നുന്നത് പനമേര 4ഉം അധികമൊന്നുമില്ല. ഇതിൻ്റെ എക്സോസ്റ്റ് കണ്ടിട്ട് ഇതിൻ്റെ എക്സോസ്റ്റ് ഒന്ന് എനിക്ക് കേൾക്കണമെന്നുണ്ട്. നോക്കാം. പിന്നെയുള്ള GLS ആണ്. GLS 2022 GLS ആണ്. ആ GLS എനിക്ക് തോന്നുന്നു ഓടിയിരിക്കുന്നത് 20,000 കിലോമീറ്റേഴ്സാണ് GLS ഓടിയിരിക്കുന്നത്. ഡീസലാണ്. ഇവിടെ Q8 ഉണ്ട്. Q8ഉം എനിക്ക് തോന്നുന്നു 2020 ആയിരിക്കണം Q8. അതുപോലെ XC90 ഇവിടെ ഉണ്ട്. XC90 2015 മോഡലായിരിക്കണം XC90. പിന്നെ എനിക്ക് ഒറ്റ നോട്ടത്തിൽ എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്ത് ഇവിടെ കിടക്കുന്ന ഈ ഒരു E-Class ആണ്. കാരണം ചില വാഹനങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം അതിനൊരു ഷേപ്പുണ്ട്, അതിൻ്റെ ഒരു ഭംഗി. എൻ്റെ ഫസ്റ്റ് ലുക്കിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വാഹനമാണ്. 2018 ആണ് ഈ വാഹനം. ഇത് E-Class. എത്ര ഓടി എന്നുള്ളത് ഐ എം നോട്ട് വെരി ഷുവർ. അധികം ഓടാൻ വഴിയില്ല. അതിൻ്റെ ഒരു ഭംഗിയെല്ലാം കണ്ടിട്ട് അധികം ഓടാനും വഴിയില്ല. സോ അതൊക്കെയാണ് ഇവിടെ കിടക്കുന്ന വാഹനങ്ങൾ. ഇവിടെ ഇഷ്ടംപോലെ കാർസ് ഉണ്ട്. അതുപോലെ തന്നെ മിനി കൂപ്പറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് ക്യാബ്രിയോലെയാണ്, C300 ക്യാബ്രിയോലെ. ഇതിപ്പം നമുക്ക് മാർക്കറ്റിലില്ല. ഇതിന് പകരമാണ് ഇപ്പോൾ ഒരു CLE വന്നിരിക്കുന്നത്, CLE ക്യാബ്രിയോലെ വന്നിരിക്കുന്നത്. പക്ഷേ C300 ഉഗ്രൻ വാഹനമാണ്. ഇതെനിക്ക് തോന്നുന്നത് ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ അത് കസ്റ്റമറിന് കൊടുത്തു. പക്ഷേ ഇത് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. സോ ഞാൻ പ്രോമിസ് ചെയ്ത പോലെ തന്നെ പനമേര 4, പോഷയുടെ പനമേര 4 എൻ്റെ എക്സോസ്റ്റിനോട് ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ആനിവേഴ്സറി എഡിഷനാണ്. 10th ആനിവേഴ്സറി എഡിഷൻ പനമേര 4 ആണ്. ഇതിൻ്റെ എക്സോസ്റ്റ് ഒന്ന് കേൾക്കാം. എങ്ങനെയുണ്ട് സൗണ്ട്? ഇതിൻ്റെ എക്സോസ്റ്റ് തന്നെ ഏകദേശം 15 ലക്ഷം രൂപ വില വരുന്ന എക്സോസ്റ്റാണ് ഇപ്പോൾ ഇതിനകത്തിരിക്കുന്നത്. അത് എക്സോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി തന്നെ ഒരു റിമോട്ടുണ്ട്. അതിനകത്ത് എക്സോസ്റ്റ് ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാം, അല്ലെങ്കിൽ പല സ്റ്റെപ്പിൽ നമുക്ക് എക്സോസ്റ്റ് കേൾക്കാൻ പറ്റും. എന്താണെങ്കിലും അതാണ് പനമേര 4 ആനിവേഴ്സറി എഡിഷൻ, 10th ആനിവേഴ്സറി എഡിഷൻ പനമേര 4. ഞാനിപ്പോൾ ഇതിൻ്റെ സൗണ്ടും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഫവാസ്ക്ക് അടുത്ത് ചോദിക്കുമായിരുന്നു ഇതിൻ്റെ വില എത്രയാണ്. 1,45 ലക്ഷം രൂപയാണ് ഇവിടെ ഇപ്പോൾ ഈ ഷോറൂമിൽ ചോദിക്കുന്ന വില. പിന്നെ നമുക്ക് കാണാൻ എനിക്ക് പിന്നെ ഇൻട്രസ്റ്റ് വന്നത് ഈ ഒരു GLS കാണാനാണ്. ഈ GLS എന്ന് പറഞ്ഞാൽ ഇപ്പം മെഴ്സിഡീസിൻ്റെ ലൈനപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ളൊരു വാഹനമാണിത്. 2022 മോഡലാണ് GLS. ഇതെനിക്ക് തോന്നുന്നത് ഇത് ഏകദേശം ഒരു 20,000 കിലോമീറ്റർ കൂടുതൽ ഓടാൻ വഴിയില്ല. ഇതാണ് GLS ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മെഴ്സിഡീസ് വേണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഓപ്ഷനായിട്ട് ഇവിടെ Q8 ഉണ്ട്, ഓഡി ഉണ്ട്. ഈ വാഹനത്തെപ്പറ്റി ഞാനത് കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വരുന്നത്, ഞാനിത് ആദ്യമായിട്ട് മീഡിയ ഡ്രൈവ്, എനിക്ക് തോന്നുന്നു മലയാളത്തിൽ തന്നെ ആദ്യമായിട്ട് ഞാനാണ് ഈ വാഹനം അന്ന് മീഡിയ ഡ്രൈവ് നടത്തിയത്. പൂനെയിലായിരുന്നു മീഡിയ ഡ്രൈവ്. പൂനെയിൽ ഞാൻ ഡ്രൈവ് ചെയ്ത വാഹനമാണ് Q8. ഇതും ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഒരുപാടുണ്ട്. ഇതൊക്കെ എല്ലാം പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഷോറൂമിൽ കിടക്കുന്നത് മാത്രമല്ല, പുറത്തും എല്ലാം ഇഷ്ടം പോലെ വാഹനങ്ങൾ കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വോൾവോയുടെ 2 മോഡൽസ് ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്ത്, എന്നെ ഒറ്റ നോട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വാഹനം ഈ ഒരു E-Class തന്നെയാണ്. E-Class 2017 മോഡലാണ്. 2017 മോഡൽ, 18 രജിസ്ട്രേഷനാണ് ഈ വാഹനം. 40,000, ഞാൻ നേരത്തെ പറഞ്ഞത് 20,000 കിലോമീറ്റർ ഓടിയെന്നാണ്, പക്ഷേ 40,000 കിലോമീറ്റർ ഓടി. ആ കിലോമീറ്റർ ഓടിയതിൻ്റെ ഒരു ഒന്നും കാണുന്നില്ല. ഇത് ബ്രാൻഡ് ന്യൂ പോലെയാണ് ഈ വാഹനം ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു 40 to 50 lakhs ഇടയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. സോ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ അട്രാക്ട് ചെയ്തൊരു വാഹനമാണ്. എന്താണെങ്കിലും
ഇതാണ് ഹർമൻ്റെ ഷോറൂമിൻ്റെ ഒരു ഫീല്. അത് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ ഗ്രാൻഡ് ഫിയസ്റ്റ നടക്കുകയാണ്. ഈ ഫിയസ്റ്റയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 1 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഫിയസ്റ്റയാണ്. ഈ ഒരു ഫിയസ്റ്റ സമയത്ത് നിങ്ങൾ ഇവിടുന്ന് ഏത് വാഹനം എടുത്താലും ബുക്ക് ചെയ്താലും എല്ലാം നിങ്ങൾക്ക് ആ വാഹനത്തിന് 6 മാസം വാറൻറ്റി ഇപ്പോൾ ഹർമൻ തന്നെ കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ ഒരു സ്റ്റേക്കേഷൻ, സ്റ്റേക്കേഷൻ ഏതെങ്കിലും ഒരു 5 സ്റ്റാർ റിസോർട്ടിലോ കാര്യങ്ങളോ എല്ലാം അവർ ചെയ്തു തരും. ഫുൾ ഫാമിലിക്ക്, എനിക്ക് 4 പേരുള്ള ഒരു ഫാമിലിക്ക് അത് കിട്ടും. ഇത് കൂടാതെ ഇതിൽ നിന്ന് ഒരു ലക്കി ഡ്രോ വിന്നർക്ക് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പും ഇപ്പോൾ ഹർമൻ്റെ വാഹനം വാങ്ങിക്കുന്ന എല്ലാവർക്കും കൊടുക്കുന്നത്. സോ അതൊക്കെയാണ് ഈ ഒരു ഫിയസ്റ്റയുടെ പ്രത്യേകത. പക്ഷെ അതൊന്നുമല്ല, ഇവിടെ ഈ ഷോറൂം കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അത് കൂടാതെ ഇവിടെ പുതിയ ഒരുപാട് മോഡൽസും അല്ലെങ്കിൽ പുതിയ പുതിയ വാഹനങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി എനിക്ക് വാഹനങ്ങളോടൊപ്പം കാണേണ്ടത് ഇതിൻ്റെ വൺ ഓഫ് ദി ഡയറക്ടേഴ്സിനെയാണ്. കാരണം ഫവാസ് ഖാനെ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ നമ്മുടെ ഒരു ഗ്രാൻഡ് ഫിയസ്റ്റ 2 വർഷം മുമ്പ് മുട്ടത്തുണ്ടായിരുന്ന ഷോറൂം തൊട്ട് എനിക്കറിയാം, അതിന് മുമ്പ് തൊട്ട് എനിക്കറിയാം. പക്ഷേ എന്ന് പുള്ളിയെ കണ്ടാലും എന്തെങ്കിലുമൊക്കെ വാഹനത്തിൻ്റെ കാര്യങ്ങളായിരിക്കും ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. പുള്ളിയുടെ റൂം മുകളിലാണ്, ഡയറക്ടേഴ്സ് റൂം. നമുക്ക് അവിടെ പോയി പുള്ളിയെ കൊണ്ടൊന്ന് കണ്ട് എന്താണ് പുതിയ വണ്ടികൾ അല്ലെങ്കിൽ ഏതൊക്കെ വാഹനങ്ങളാണ് വരാൻ പോകുന്നത് നമുക്കൊന്ന് ചോദിച്ചിട്ട് നമുക്ക് പിരിയാം. ഫവാസ്ക, ഷോറൂം ഫുള്ള് കണ്ടു. നിങ്ങളെ ഞാൻ ഉപദ്രവിച്ചു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാവലിരിക്കുകയാണ്, കുഴപ്പമില്ല. എന്താ സംഭവം വെച്ചാൽ, ഞാൻ ഫവാസ്ഖാൻ്റെ അന്ന് ഞാൻ പറഞ്ഞാണ് എനിക്ക് ഷോറൂം എനിക്ക് വേണ്ടി മാത്രം തുറന്നു, നിങ്ങളത് പാലിച്ചു. പാവം ഇദ്ദേഹം മാത്രമേ ഉള്ളൂ ഇവിടെ. ജോലിയുടെ ഒരു ഭാഗമായിട്ട് കാണാം. എന്താ പുതിയ പരിപാടി? ഇത് തന്നെ പുതിയ പരിപാടി. എങ്ങനെയുണ്ട് നമ്മുടെ ഫിയസ്റ്റ? ഞാൻ ഫിയസ്റ്റയുടെ കാര്യം പറയായിരുന്നു. എല്ലാ വണ്ടിക്കും നമ്മൾ 6 months വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇവിടുന്ന് കൊടുക്കുന്ന എല്ലാ വണ്ടികൾക്കും നമ്മൾ അതല്ലെങ്കിലും കൊടുക്കുന്നില്ലേ? കൊടുക്കുന്നുണ്ട്, പക്ഷെ അങ്ങനെ കൊടുക്കുന്നില്ല. ഇതിപ്പോ നമ്മൾ എക്സ്ക്ലൂസീവ്ലി ആണല്ലേ. നമ്മൾ നേരത്തെയും ചെയ്തിരുന്ന നമ്മുടെ മെയിൻ ആള്. എങ്ങനെയുണ്ട് ഫിയസ്റ്റ വന്നിട്ട്? കുഴപ്പമില്ല, നല്ല റെസ്പോൺസാണ്. പിന്നെ നമ്മളെ പഴയ കസ്റ്റമേഴ്സൊക്കെ ഒന്ന് വരും, വിസിറ്റ് ചെയ്ത് പോകുന്നുണ്ടല്ലോ. ബേസിക്കലി നിങ്ങളുടെ ഒരു റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് അല്ലേ കൂടുതലും? തീർച്ചയായിട്ടും അതേ ഉള്ളൂ നമുക്ക്. അല്ലെങ്കിൽ നിങ്ങൾ പണ്ടേ അടികൊണ്ട് ചാവണ്ടാണ്. എന്താണെങ്കിലും ഞാൻ താഴെ കണ്ടപ്പോൾ എനിക്ക് ഈ ക്ലാസ് അതുപോലെ തന്നെ GLS കണ്ടു, പനമേറ പിന്നെ പറയണ്ട, അതിന്റെ എക്സോസ്റ്റ് ഒക്കെ രക്ഷയില്ലാത്ത എക്സോസ്റ്റ്. എന്താണ് പുതിയ വാഹനങ്ങൾ? പുതിയത് കുറച്ച് വരുന്നുണ്ട്. നമ്മുടെ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഫിയസ്റ്റയുടെ ഭാഗമായിട്ട് ഒരുപാട് പുതിയ വാഹനങ്ങൾ വരുന്നുണ്ട്. കളക്ഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ ദിവസവും വന്നു കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണത്. പിന്നെ പറഞ്ഞ മാർക്കറ്റിൽ നിന്ന് വണ്ടികൾ കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇത്രയും കാലമൊക്കെ കിട്ടിയില്ലേ, ഞാൻ കിട്ടിക്കോളൂ. പിന്നെ ഇത് കിട്ടിയതിന് ഞാൻ പറയാം, ഹർമൻ മോട്ടോഴ്സിന്റെ വളർച്ച കാണണമെങ്കിൽ നിങ്ങൾ ഈ ഷോറൂമിലേക്ക് വരാൻ പറ്റും. കാരണം മുട്ടത്ത് കണ്ട ഷോറൂം എന്ന് പറഞ്ഞാൽ വണ്ടി ഒത്തിരി ഉണ്ടെങ്കിലും അവിടെ ഒരു കൺജഷൻ ഉണ്ടായിരുന്നു. നമ്മളുള്ളത് പിന്നെ അത് വെച്ചാല് നമ്മളെ കേരളത്തിലെ ആദ്യത്തെ പ്രീമിയം കാർ ഷോറൂമാണ്. എങ്ങനെ തുടങ്ങണം, എന്ത് ചെയ്യണം എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ചെറിയ സ്പേസ് എടുത്ത് നമ്മൾ വണ്ടികളിട്ട് ഓക്കെ, ആ ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അതെനിക്ക് തോന്നുന്നു ലൈഫിൽ അങ്ങനെ ഒരു ബൂമിങ് ഒരു ബിസിനസ്സിലും കിട്ടൂല. നമ്മളൊരു മാസം കൊണ്ട് ഭയങ്കര തിരക്കും എൻഗേജ്ഡും, രാവിലെ അതിൽ കയറിയ രാത്രി 12 മണി 1 മണിക്ക് ഇറങ്ങുന്നത്. ഫുഡ് പോലും അന്ന് സ്റ്റാഫ് അധികം ഇല്ല. പിന്നെ ഭയങ്കര രസമുള്ള കാര്യമില്ല. അവിടെ നിന്ന് നമ്മളുടെ ജേർണി ഇവിടം വരെ എത്തി. വേറൊരു കാര്യങ്ങളുണ്ട്, അൽഹംദുലില്ലാ, എന്താ പറയാ, ദൈവം നമുക്ക്. അതെ, അല്ല ഇതിനകത്ത് വേറൊരു കാര്യങ്ങളുണ്ട്. നമ്മൾ 2-3 years ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പല ഡീലർഷിപ്പുകളായിട്ട് ഡീലർഷിപ്പുകളായിട്ട് സംസാരിക്കുമ്പോൾ അവരെല്ലാം പറയുന്നു അയ്യോ സെയിൽ ഡൗൺ ആയി. പക്ഷേ യൂസ് കാറിന്റെ പ്രീമിയം യൂസ് കാറിന് എസ്പെഷ്യലി പ്രീമിയം അത് വളരുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ കൊറോണ കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ഗ്രോത്താണ്. വേറെ ഗ്രാഫ് തന്നെ കൂട്ടും നിങ്ങൾ നമ്മുടെ ആളല്ലേ. കാരണം ഇത് ഭയങ്കരമായിട്ട് നിങ്ങൾ അതൊരു രസമായി. പ്രത്യേകിച്ച് നമ്മൾ വണ്ടിയായിട്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ഡെയിലി വണ്ടികൾ മാറുന്നു, എല്ലാ വണ്ടികളും കാണുന്നു, ഓരോ ദിവസവും പുതിയ വരുന്ന വണ്ടികളെ ഓടിച്ചു നോക്കുക, നമ്മുടെ സ്നേഹം അതിനകത്ത് പ്രകടിപ്പിക്കും. നല്ല കാര്യം. അപ്പം എന്തായാലും തന്നതിൽ സന്തോഷം. നിങ്ങൾ വന്നതിലും. നിങ്ങൾ ഇനിയിപ്പം വാഹനം എടുത്തില്ലെങ്കിൽ പോലും വരിക, ഈ ഷോറൂം കാണുന്നത് തന്നെ ഒരു രസമാണ്. തീർച്ചയായിട്ടും എല്ലാവരും വരണം. അതെ, പിന്നെ പരിചയമുള്ളവർക്കെല്ലാം നിങ്ങൾ ഈ ഹർമൻ്റെ കാര്യം പറയാം, ഇവിടെയുള്ള വാഹനങ്ങളെ പറ്റി പറയാം. മേടിക്കാനിരിക്കുന്നവർ വന്ന് അത് വാഹനത്തെ പറ്റി കണ്ട് വാഹനത്തെ പറ്റി സംസാരിച്ച് എടുക്കാൻ പറ്റുന്നവരെ എടുക്കുക, അല്ലേ? തീർച്ചയായും എല്ലാവരും എടുക്കണം നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവർക്കും വരാം, വാഹനങ്ങൾ കാണാം. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഭയങ്കര കാര്യമാണ്. ഞാൻ ഇപ്പോൾ പഴയ ഷോറൂമിലകത്തേക്ക് വരുന്നത്, ഈ പുതിയ ഷോറൂം പുറത്ത് നിൽക്കും ഫാമിലിയുടെ. എനിക്കത് ഭയങ്കര സങ്കടമാണ്. ഞാൻ അവരെ വിളിച്ച് അകത്തേക്ക് കയറ്റും. ഞാനിവിടെ ക്യാമറയിൽ കാണുമെങ്കിൽ ഞാൻ ഇവിടെ വിളിച്ച് പറയും അവരോട് അകത്തേക്ക് വണ്ടി നോക്കുക, ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പറയും.
അല്ല നമ്മൾക്ക് അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ചെറുപ്പത്തിൽ ഒരുപാട് ഇൻസൾട്ട്, ഇപ്പൊ എനിക്കാണെങ്കിൽ പോലും ചെറുപ്പത്തിൽ അങ്ങനെ കുറെ ഇൻസൾട്ട് ഒക്കെ അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും, പുറത്തു പറയാൻ പറ്റില്ല. നമുക്കത് അത് നമ്മുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരാൾക്കും അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല. ഫവാസ്ക നല്ല, തീർച്ചയായിട്ടും സോ മച്ച്. താങ്ക് യു. എനിക്ക് ഷോറൂം തുറന്നു തന്നതിൽ നിങ്ങൾ നമ്മളുടെ വളരെ അടുത്ത താങ്ക് യു സോ മച്ച് ആളല്ലേ. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം.